കൊല്ലത്ത് ഫുട്ബോൾ ആരാധകർ കെട്ടിയ ബ്രസീലിന്റെ പച്ചക്കൊടി അഴിപ്പിച്ച RSS. നിയന്ത്രണത്തിലെ ക്ഷേത്രോപദേശക സമിതി അതായത് RSS നിയന്ത്രണത്തിലുള്ള ക്ഷേത്രോപദേശക സമിതിയാണ് ഇങ്ങനൊരു തീരുമാനം നടത്തിയിരിക്കുന്നത്. ബ്രസീൽ പോർച്ചുഗൽ ടീമുകളുടെ പതാകയാണ് അഴിപ്പിച്ചത്. കൊടിയുടെ നിറങ്ങളാണ് അഴിപ്പിക്കാൻ കാരണമെന്ന് ആരോപണവും കൂടി ഉയരുന്നുണ്ട്. ക്ഷേത്രോപദേശക സമിതി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കൊടി അഴിപ്പിച്ചെന്നും ആക്ഷേപമുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് നോക്കാം, അതിനുശേഷം രാജ്കുമാറിലേക്ക് പോകാം. കാര്യങ്ങൾ എത്രത്തോളം അധപ്പതിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. നോക്കൂ, ഈ സ്പോർട്സ് എന്ന് പറയുന്നതിന് യാതൊരുവിധ അതിർവരമ്പുകളും ഇല്ലാത്തതാണ്. രാജ്യമോ അല്ലെങ്കിൽ യാതൊരുവിധ അതിരുകളും ഇല്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ഈ കൊച്ചി കേരളത്തിൽ എവിടെ തിരിഞ്ഞാലും അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ ആരാധകരുണ്ട്. അവരെല്ലാം ഒരേ മനസ്സോടുകൂടി ആഘോഷമാക്കുന്ന ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ കൊടിയുടെ അല്ലെങ്കിൽ ആ ഉയർത്തിയ പതാകയുടെ നിറം നോക്കി അതിനെ അഴിപ്പിക്കുന്ന ഏറ്റവും നീചമായ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് രാജ്കുമാറിലേക്ക് പോകാം. രാജ്കുമാർ, നോക്കൂ, ഈ സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വികാരം കൂടിയാണ്. അവിടെ ഇത്തരത്തിൽ ഈ അമ്പലത്തിൻ്റെ പരിസരത്തോ ഒന്നുമല്ല, റോഡിൽ കെട്ടിയ ഒരു കൊടിയുടെ നിറം നോക്കി അത് അഴിപ്പിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അപഹാസ്യമാവുകയാണ് കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. അതായത് കൊല്ലം തൃക്കടവൂർ മേജർ ഈ ശിവക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആ റോഡിലാണ് ഈ ബ്രസീലിൻ്റെ, ഇപ്പം ഞാൻ നിൽക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ എതിർവശത്തുള്ള റോഡാണ്. ഇവിടെ നമുക്ക് കാണാം ഈ ബ്രസീലിൻ്റെ തോരണങ്ങളും അതിൻ്റെ കൊടിയും ഒക്കെ കെട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ ഈ തൃക്കടവൂരുള്ള സാഹിത്യ സമാജം ഗ്രന്ഥശാല, അവിടെ സ്പോർട്സും ഒക്കെ ഉള്ളതാണ്. പതിറ്റാണ്ടുകളുടെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. അവിടെ നിരവധി പേർ, ഏതാണ്ട് 100 കണക്കിന് യുവാക്കളൊക്കെയാണ് ആ ഗ്രന്ഥശാല വഴി ഇന്ന് പല തുറകളിൽ അവരിന്ന് പല മേഖലയിലേക്ക് പോയിട്ടുള്ളതും അതല്ല അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അവർ ഈ സ്പോർട്സിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ സിന്ധൂരി പറഞ്ഞ പോലെ വേൾഡ് കപ്പ് വന്നു, വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശമുണ്ട്. അപ്പോൾ അതാണ്ട് നമുക്കിത് ഇവിടെ തന്നെ ഇവിടെ നമുക്ക് കാണാം വലിയ ബോർഡ് വച്ചിരിക്കുന്നത്. എല്ലാ കളിക്കാരും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. മറഡോണയും പെലെയും മെസ്സിയും തുടങ്ങി മുഴുവനും അർജന്റീനയുടെ താരങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ വെച്ചിട്ടൊക്കെയാണ് അവർ പോകുന്നത്. ഇവർ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ ഈ ബ്രസീലിൻ്റെ കൊടി കെട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പച്ച നിറമായതുകൊണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയില്ല, RSSന് അല്ലെങ്കിൽ ആ ക്ഷേത്രോപദേശ സമിതിക്ക് എന്ത് ബ്രസീൽ എന്ത് അർജൻറ്റീന, അവർക്കിതൊന്നും അല്ലല്ലോ പ്രധാനം. ആ സമയത്ത് അവിടെയുള്ള ആ യുവാക്കളുടെ ആ ഒരു വികാരം അവർ മനസ്സിലാക്കിയില്ല. അവരൊന്നും പ്രശ്നക്കാരല്ല. എന്നാൽ ഈ പറയുന്ന ഗ്രന്ഥശാലയിൽ ഈ CPM മാത്രമല്ല, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, യുവമോർച്ചക്കാരുണ്ട്, RSS പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉൾപ്പെട്ടതാണ് ഈ ഗ്രന്ഥശാല എന്ന് പറയുന്നത്. ഈ പറയുന്ന യുവാക്കളിൽ, ഈ കെട്ടിയ യുവാക്കളിൽ അക്കൂട്ടത്തിൽപ്പെട്ടവരുമുണ്ട്, RSSകാരായിട്ടുള്ളവരുമുണ്ട്. അവർക്കെല്ലാം വേദന ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഈ ആദ്യം ഇത് ഇവർ കൊടി കെട്ടിയപ്പോൾ മെനിഞ്ഞാന്ന് RSS പ്രവർത്തകർ തന്നെ ഇവരോട് പറഞ്ഞു, ഇവിടെ പച്ചക്കൊടി ഇവിടെ കെട്ടാനൊക്കെ ഇല്ല, ഊരി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ രണ്ടാമത്തെ ദിവസം ഇവരത് ഉയർത്തി മുകളിലേക്ക് കെട്ടി, തടസ്സം വരുന്നതുകൊണ്ട് പറയുന്നതായിരിക്കുമെന്ന് കരുതി. അത് ക്ഷേത്രോപദേശക സമിതിക്ക് RSSൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് വന്ന് ഭീഷണിപ്പെടുത്തിയാണ് അഴിപ്പിച്ചത്. അപ്പോൾ ആ നിലയിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഡീൽ എന്നൊക്കെ നമ്മൾ പുറത്ത് സംസാരിക്കുന്നത് പോലെ ഇതിൽ എന്ത് വന്നാലും അപ്പോഴേ ആഭ്യന്തര വകുപ്പ് ഇവർക്ക് അനുകൂലമായി പോകുന്ന ഒരു നിലപാട് കൂടി സ്വീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ യുവാക്കളാണ് ഇവിടെ ഈ ഇതൊക്കെ കെട്ടിയത്. നിങ്ങളല്ലേ ബ്രസീലിൻ്റെ ഇതൊക്കെ എന്തായിരുന്നു സംഭവം? നിങ്ങളുടെ പരാതി എന്താ? നമ്മൾ അവിടെ വേൾഡ് കപ്പിൻ്റെ രീതിയിൽ കടവൂർ ജംഗ്ഷനിൽ ഒരു കൊടി കെട്ടിയപ്പം അത് പാകിസ്ഥാൻ്റെ കൊടി എന്ന രീതിയിൽ അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് അഴിച്ചു മാറ്റുകയും ഇന്നലെ അഴിച്ചു മാറ്റി. പാകിസ്ഥാൻ്റെ കൊടി എന്നാണോ പറഞ്ഞത്? ഈ പാകിസ്ഥാൻ്റെ കൊടിയും ബ്രസീലിൻ്റെ കൊടിയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്തവരാണോ ഈ നാട്ടിലുള്ളത്? നമ്മളും അതാ ചോദിച്ചത്. ചോദിച്ചത്. അവരെന്തു പറഞ്ഞു? അവരിങ്ങനെ പറഞ്ഞു, പാകിസ്ഥാൻ്റെ കൊടി ഇവിടെ കെട്ടാൻ പറ്റത്തില്ല, അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. കാര്യങ്ങളെല്ലാം ഇത് തന്നെ. ഇത് ആദ്യം നിങ്ങൾ ഒരു വട്ടം കെട്ടിയപ്പോൾ ഇതേപോലെ അവർ വന്ന് അഴിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്നേരം നമ്മൾ അഴിച്ചു മാറ്റി. ഇവിടെ പൊക്കി ഞങ്ങൾ വിചാരിച്ച് ആദ്യമേ അഴിച്ചു മാറ്റണമെന്ന് വിചാരിച്ചപ്പോൾ കൊടി താന്ന് കിടക്കുന്ന വണ്ടിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കും. പിന്നെ പൊക്കി കെട്ടി. അന്നേരം ഇന്നലെയും വീണ്ടും അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു.
ഇത് ഞങ്ങളെല്ലാവരും കൂടെ പിരിവിട്ട് 1500 വെച്ച് പിരിവിട്ട കൊടിയാണ്. അത് പിന്നെ ആർക്കും ഉപയോഗമില്ലാതായി പോയത് വലിയ ഇതുണ്ട്. കീറിയല്ലേ? കീറിയല്ല, അത് എവിടെയും കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളൊരിതുണ്ട്. നിങ്ങൾ ഫുട്ബോളിനെ അത്രയേറെ സ്നേഹിക്കുന്നത്? അത്രയേറെ സ്നേഹിക്കുന്നത്. ഞങ്ങളിവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നത് എപ്പോഴും. ആ ലോകകപ്പിൻ്റെ ആവേശം പക്ഷേ ക്ഷേത്രോപദേശക സമിതി അല്ലെ അതിൽ ബന്ധപ്പെട്ട ആളുകൾ ആരാ ഇത് നിങ്ങളോട് വന്ന് ആദ്യം പറഞ്ഞത്? നമ്മളെടുത്ത് അങ്ങനെ പറഞ്ഞില്ല, പോലീസുകാരാ നമ്മളടുത്ത് അഴിക്കണം ആദ്യം പറഞ്ഞത്. ആദ്യത്തെ ദിവസം ആരാണ്? ഏതാ? ഇല്ല, പോലീസുകാർ തന്നെ. പോലീസുകാരാ നമ്മളടുത്ത് സംസാരിച്ചത്. പരാതി ഉണ്ടല്ലേ? പരാതി. സിന്ദൂരി ഇത് കേട്ടല്ലോ. അത് ഇനിയിപ്പോൾ അതാണ്ട് ഇവിടെ DYFI ഇവിടുത്തെ നമ്മുടെ നേതാവ് കൂടിയായിട്ടുള്ള അനന്തുണ്ട്. അനന്തുവിന് ഇവരുമായിട്ടൊന്നും ഈ പറയുന്ന ഇവരുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. പക്ഷേ സ്ഥലത്ത് ഇങ്ങനെ ഒരു അനീതി നടന്നപ്പോൾ അവരതിനെ ചോദ്യം ചെയ്യുന്നു. അതെ, ലോകമെമ്പാടും ഇപ്പോൾ ഒരു ഫുട്ബോൾ ആവേശത്തിലാണല്ലോ. അപ്പം ആ ഫുട്ബോൾ ആവേശത്തിലുള്ള സമയത്തും ഇത്തരത്തിലുള്ള വർഗീയ ചിന്തയുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് DYFI ആണല്ലോ. നമുക്കറിയാം, നമ്മുടെ ഈ അമേരിക്കയിൽ ലോകകപ്പിന് തുടക്കം കുറിച്ചപ്പോൾ കേരളം വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. അപ്പം നമ്മുടെ ചെറിയ കവലകൾ ഉൾപ്പെടെ അവരുടെ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ കട്ടൗട്ടുകളും ബോർഡുകളും കൊടുത്തോരണങ്ങളും ഉൾപ്പെടെ വെക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കടവൂരിലും ബ്രസീൽ ആരാധകർ അവരെ കൊടുത്തോരണങ്ങളും മറ്റും സ്ഥാപിച്ചപ്പോൾ ആ കൊടിയിൽ പച്ച നിറം ഉണ്ടായതുകൊണ്ട് അത് ക്ഷേത്രത്തിന് മുൻപിലുള്ള റോഡായതുകൊണ്ട് അത് മാറ്റണം. പാകിസ്ഥാൻ്റെ കൊടിയും അതിനകത്ത് പച്ച നിറം ഉണ്ടായതുകൊണ്ട്. കാരണം കേവലം ഒരു നിറത്തെ ഉൾപ്പെടെ കായിക ഉൾപ്പെടെ ഒരു വർഗീയവാദമായി ചിന്തിച്ച് മാറ്റുകയാണ്. അപ്പം നമുക്ക് പറയാനുള്ളത്, ഈ ക്ഷേത്ര ഉപദേശ സമിതി, കടവൂരിലെ RS നേതൃത്വം നൽകുന്ന ക്ഷേത്ര ഉപദേശ സമിതിയാണ് പരാതി നൽകിയത്. അപ്പം ഈ ക്ഷേത്രങ്ങളുടെ മറവിൽ, ഭക്തിയുടെ മറവിൽ ഇത്തരത്തിലുള്ള വർഗീയമായ ചിന്തകൾ അവർ കടത്തിവിടുകയാണെന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ നമുക്കറിയാം, ഇതിനെതിരെ വലിയ രീതിയിൽ ചെറുപ്പക്കാരെയും കായിക ആരാധകരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് DYFI വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും. ഇന്ന് വൈകിട്ട് ഇതോടൊപ്പം ഈ FIFA വേൾഡ് കപ്പ് കളിക്കുന്ന 48 രാജ്യങ്ങളുടെ പതാക കടവൂർ ജംഗ്ഷനിൽ നമ്മൾ സ്ഥാപിക്കും. അപ്പം ഇതാണ് ഇതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്തായാലും DYFIയുടെ ഭാഗത്തു നിന്നുണ്ടാവും. സിന്ദൂരി, ഒരു കാര്യം വ്യക്തം, DYFI ഇതിലൊന്നും പറഞ്ഞ് ഈ ഭീഷണിക്കൊന്നും വഴങ്ങി പിന്നോട്ട് പോകില്ല. ആ ജംഗ്ഷൻ മുഴുവനും ഈ പറയുന്ന കായിക പ്രേമികളുടെ, ഈ യുവാക്കളുടെ മുഴുവനും, കേരളത്തിലെ മുഴുവനും ആളുകളുടെ ആ ആവേശം ഉൾക്കൊണ്ട് കൂടുതൽ കൊടിതോരണങ്ങൾ സ്ഥാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്.